നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി അത് ചോദ്യം ചെയ്ത് നാട്ടുകാർ രംഗത്ത് വന്നു. ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന് പറഞ്ഞ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ ഒരു കേസെടുത്തിട്ടുണ്ട്. ആ കേസിലെ മിസ്സായ ആളെ തീർച്ചയായിട്ടും പോലീസിന് കണ്ടെത്തണം. ഗോപൻ സ്വാമിയുടെ വീട്ടിൽ ചോദിച്ചപ്പം അദ്ദേഹം സമാധിയായി എന്ന് പറഞ്ഞു. സമാധി വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ സമാധി സ്ഥലം കാണിച്ചു കൊടുത്തു. സമാധിയായപ്പോൾ ഒരു അറ നിർമ്മിച്ച് അതിൻ്റെ അകത്ത് ഭസ്മവും മലരും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് മുക്കാലോളം നിറച്ച് അറ അവിടെ അവർ ക്ലോസ് ചെയ്തു. അതിനുള്ളിൽ സ്വാമി സമാധിയായി ഇരിപ്പുണ്ട് എന്ന് മക്കൾ പറയുന്നു. അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയാം എന്ന് വരെ കഴിഞ്ഞ ദിവസം ആ മകൻ പറയുന്നത് കേട്ടു. ഏതായാലും സമാധിയായുടെ കല്ലറ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തു. ഇന്ന് കോടതി അത് എടുത്തു. ശരി, സമാധിയായെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെ, ആൾ മരിച്ചു എന്നുള്ള മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചു. അതിന് ഉത്തരമില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കാണാതെ പോയിട്ടുണ്ട്, അത് കണ്ടെത്തണം. അത് ജീവനോടെയോ അല്ലാതെയോ കണ്ടെത്തണം. ഇപ്പോഴേ കാണാതെ പോയ ആൾ ജീവനോടെ ഇല്ല. അത് സമാധി അടഞ്ഞെന്ന് പറയുന്ന സ്ഥലത്തുണ്ട് എന്നവർ പറയുന്നുണ്ട്. സമാധി അടഞ്ഞെങ്കിൽ അത് എങ്ങനെയാണ് സമാധി അടഞ്ഞത്? അദ്ദേഹം സമാധി അടയുമ്പം ഇന്ത്യയിലെ നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ സ്വാമിമാർ വളരെയധികം സ്വാമിമാർ സമാധി അടയുന്നത് നമുക്കറിയാം. സമാധി സാധാരണഗതിയിൽ അത് ഇന്ത്യൻ ചില സ്വാമിമാർ അത് ആൾക്കാരുടെയും ശിക്ഷകണങ്ങളുടെയും നടുവിൽ വെച്ച് അവർ മരണം എടുക്കുമ്പോൾ അവർക്ക് ഏകദേശം അറിയാം മരണത്തിലേക്ക് പോവുകയാണ്, ഇവിടം വിട്ടു പോവുകയാണെന്ന് അവർക്ക് തോന്നും. അപ്പോൾ അവർ സമാധിയിലേക്ക് നീങ്ങും. അവർ പത്മാസനത്തിലാണ് സമാധി അടയുന്ന സാധാരണഗതിയിൽ. കാലുകൾ ഓരോ കാലും എതിർകാലിലെ തുടയിൽ കയറ്റി വെച്ച് ക്രോസ് ചെയ്ത് അവരെ വായു അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് ഉച്ഛ്വാസം നടത്തി അവസാനം സമാധിയിലേക്ക് പോകും. അതിനുശേഷം ബുദ്ധമതം അനുസരിച്ച് നിർവ്വാണം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഹിന്ദുയിസത്തിലെ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് സമാധി. അത് ഇന്ത്യയിലെ പല സന്യാസിമാരും സമാധിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. അതൊരു ഇന്ത്യൻ പാരമ്പര്യമാണ്. ഹിന്ദുയിസത്തിലെ അടിത്തറ തന്നെ എന്ന് പറയാം. മരണത്തെ അങ്ങനെയാണ് കാണുന്നത്. അതിനുശേഷം ജൈന മതക്കാർ വന്നു, അവരും സമാധിയിൽ വിശ്വസിക്കുന്നു. ബുദ്ധമതം വന്നു, ബുദ്ധമതത്തിന് ശേഷം സിഖ് മതം വന്നു. എല്ലാം ഹിന്ദുയിസത്തിൻ്റെ വകഭേദമായിട്ട് വന്നതാണ്. സമാധി സാധാരണ ഗുരുക്കന്മാർ, സ്വാമിമാർ ശിക്ഷാണങ്ങളുടെയും ജനങ്ങളുടെയും മുമ്പിൽ വെച്ച് നടത്തി അവരെ സാക്ഷ്യപ്പെടുത്തിയാണ് ആ സമാധിയിലേക്ക് പോകുന്നത്. ഇവിടെ ഗോപൻ സ്വാമി സമാധിയായെന്ന് മക്കളാണ് പറയുന്നത്. ആ സമാധി ആയ സ്ഥലം അവർ കവർ ചെയ്ത് അറയിലാക്കിയിട്ടുണ്ട്. ചില ശിലാഫലകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആളെ കാണാനില്ല. ആ സമാധിക്കുള്ളിലാണ് ഗോപൻ സ്വാമി. എങ്ങനെ മരിച്ചു എന്ന് സമാധി എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. മരണകാലത്തിൽ സംശയമായിരുന്നു. അതുകൊണ്ട് ആ അറ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തണം. അതിനവിടെ വിഘാതം വന്നു. ഗോപൻ സ്വാമിയുടെ ബന്ധുക്കളും മറ്റും അത് തടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും സമാധി സ്ഥലം തുറക്കുന്നത് തടഞ്ഞു. ഏതായാലും കളക്ടറുടെ ഉത്തരവനുസരിച്ച് സമാധി തുറക്കാൻ കഴിഞ്ഞില്ല. RDO സ്ഥലത്തുണ്ടായിരുന്നു, ഫോറൻസിക് ഡോക്ടർ ഉണ്ടായിരുന്നു, പോലീസ് DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരവിടെയുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. ചില ഗ്രൂപ്പിസം വന്നു. അങ്ങനെ തൽക്കാലം അന്തരീക്ഷം സംഘർഷഭരിതമായി മാറിക്കൊണ്ടിരുന്നപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി തൽക്കാലം പോലീസ് പിൻവാങ്ങി. ഈ സമയത്ത് ഹൈക്കോടതിയിൽ ഗോപൻ സ്വാമിയുടെ ഒരു മകൻ കൊണ്ടുപോയി
ഹൈക്കോടതിയിലെ സമാധിയാണ്, അത് തുറക്കാൻ പാടില്ല. ഏതായാലും കോടതിയിൽ നിന്ന് മറുപടി ചോദിച്ചു, മരിച്ചെന്നുള്ളതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഇടപെടും. ആളെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസെടുത്തിട്ടുണ്ട്. അത് കണ്ടെത്തണം. സമാധിക്കുള്ളിലുണ്ട് ഗോപൻ സ്വാമി എന്ന് മക്കൾ പറഞ്ഞു. ആ മരണത്തിലെ സംശയമാണ്, എങ്ങനെ മരിച്ചു എന്ന് അറിയണം. അതാരും കണ്ടവരില്ല. സമാധിയിലേക്ക് നീങ്ങിയൊന്നും ആരും കണ്ടവരില്ല. മക്കളും ഭാര്യയും മാത്രമാണ് പറയുന്നത്. അത് രഹസ്യ സ്വഭാവത്തോടെ വെച്ചു. അതെന്തായാലും ആ ആൾ എങ്ങനെ മരിച്ച എന്ന് പോലീസിന് കണ്ടെത്തി വെക്കുള്ളൂ. അതുകൊണ്ട് കല്ലറ തുറക്കും. കോടതി അതിനകത്ത് ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെ മരിച്ചു എന്ന് അറിയാൻ ഒഴിവുള്ളൂ. അതേസമയത്ത് അതൊരു സ്വാഭാവിക മരണമാണ്, അല്ലെങ്കിൽ സമാധിയിലേക്ക് പോയ ഒരു മരണമാണ്, പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമുക്കത് അറിയാം, കണ്ടെത്താൻ സാധിക്കും. ഹാർട്ട് ഫെയിലിയർ ആയിരിക്കും അങ്ങനെയെങ്കിൽ ആ സമാധി. പതുക്കെ പതുക്കെ സമാധിയിലേക്ക് പോകുമ്പോൾ വായു ഉള്ളിൽ ചെല്ലാതെ വന്ന് ഹാർട്ട് ബീറ്റ് നിൽക്കും. അങ്ങനെ അത് പോസ്റ്റ്മോർട്ടം സമയത്ത് പോലീസിന് അത് കണ്ടെത്താൻ കഴിയും. അങ്ങനെയെങ്കിൽ അതൊരു സ്വാഭാവിക മരണമായിട്ട് തന്നെ കഴിയും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കേസിനകത്ത്. കാരണം കുറേ ദിവസങ്ങളായി അദ്ദേഹം കിടപ്പിലായിരുന്നു, രോഗാവസ്ഥയിലായിരുന്നു. മക്കളെ അടുത്ത് വിളിച്ചു പറഞ്ഞു, അത് വിശ്വസിക്കാമെങ്കിൽ ഞാൻ കടന്നു പോവുകയാണ്, ആഹാരം ഒന്നും കഴിക്കാതെയായി. അദ്ദേഹം 2-3 ദോശ ദിവസം കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അത് ഈ അവശ നിലയിലായ ശേഷം പതുക്കെ ആഹാരം കഴിക്കുന്ന പതുക്കെ മടങ്ങി. പാല് മാത്രം കഴിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഞാൻ ഇനി സമാധിയിലേക്ക് പോവുകയാണ്, എന്നെ സമാധി സ്ഥലത്ത് കൊണ്ടിരുത്തണം എന്ന് പറഞ്ഞതായിട്ടാണ് മക്കൾ പറയുന്നത്. ഭാര്യയും മക്കളും മരുമകളും അങ്ങനെ തന്നെ പറയുന്നു. അങ്ങനെ അദ്ദേഹം നിശ്ചയിച്ച സമാധി സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹം പത്മാസനത്തിൽ ഇരുന്നു മരിച്ചു. അത് ചുറ്റും കെട്ടി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അത് അടച്ചു എന്നാണ് പറയുന്നത്. അതൊക്കെ ശരിപ്പം ഈ സമാധി 10 പേരുടെ മുമ്പിൽ വെച്ചാണ് നടത്തുമെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ മരണത്തിൽ സംശയം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു പോസ്റ്റ്മോർട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അത് തന്നെയല്ലേ ഇതിനകത്ത് മക്കൾ ആരെങ്കിലും വിഷം കൊടുത്തോ, അങ്ങനെ പോയതാണോ, അങ്ങനെ സമാധിയായത്, ഇങ്ങനെയൊക്കെയുള്ള 100,000 പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാവും. പക്ഷെ 41 ദിവസം ഈ സമാധി ചെയ്ത ആ പുണ്യപുരുഷൻ അവിടെ തന്നെ കാണണം. അതിനുശേഷം മാത്രമേ ഇത് തുറക്കാവൂ എന്നാണ് മക്കളുടെയും മറ്റുള്ളവരെയും അപേക്ഷ. അതെന്തായാലും അതിൽ ഡീകമ്പോസിഷൻ നടക്കും. അതുകൊണ്ട് പോലീസ് അത് കേൾക്കില്ല. എത്രയും പെട്ടെന്ന് അത് തുറന്ന് ആളെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് മരണകാരണം കണ്ടെത്തും. മരണകാരണം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസിന് ജോലി എളുപ്പമായി. അത് ഒരു മരണം അത് മറ്റു രീതിയിലുള്ളൊരു മരണമല്ല എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്വാമി അല്ലെങ്കിൽ ആ ശിവക്ഷേത്രം പരിസരവും ഒരു പുണ്യപ്രദേശമായി മാറും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈ ഗോപൻ സ്വാമിയുടെ ഈ മരണവും സമാധിയും വളരെയധികം ചർച്ച ചെയ്തു കേരളത്തിൽ. അപ്പോൾ അതിന് ഒരു നല്ല പര്യവസാനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഡെവലപ്പ് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതൊരു ദുരൂഹ മരണമാണ് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ അറിയുമ്പം കഥകൾ മാറും, പ്രോസിക്യൂഷൻ സ്റ്റെപ്പുകൾ വരും. അതേസമയത്ത് ഒരു നാച്ചുറൽ ഡെത്താണെങ്കിൽ ആ വീട്ടുകാർ ഉദ്ദേശിച്ച പോലെ ആ അമ്പലവും പരിസരവും വളരെയധികം ആളുകളെ കൊണ്ട് നിറയും എന്നാണ് എനിക്ക് തോന്നുന്നത്.